ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇതാ നിന്റെ ഉള്ളിൽ ഈശോ പ്രവർത്തിക്കുന്നു. നിന്റെ ജീവിതത്തെ ഈശോ ഏറ്റെടുക്കുന്ന സമയം. അത്ഭുതകരമായ രോഗശാന്തിയും ദൈവീക ഇടപെടലുകളും സംഭവിക്കുന്ന സമയം. മറ്റൊരു കാര്യത്തിലേക്കും ശ്രദ്ധിക്കാതെ 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കുക. ഓ കർത്താവേ, എൻ്റെ ഈ ശരീരത്തിലേക്ക് അത്ഭുതകരമായ ദൈവീക ഇടപെടലുകൾ സംഭവിക്കട്ടെ. അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടലായിട്ട് മാറട്ടെ. പ്രത്യേകിച്ച് രോഗികളായിട്ടുള്ളവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ രോഗപീഠയിൽ ഇതാ ഈശോ പ്രവർത്തിക്കുന്നു. നിന്റെ രോഗപീഠയിൽ ഈശോ പ്രവർത്തിക്കുന്നു. അത്ഭുതകരമായ ചില ദൈവിക ഇടപെടലുകൾ നിന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ, ഈശോയെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ എന്നിൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ ഉണ്ടാവണമേ. എല്ലാവരും 2 കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ മുഖം മനസ്സിൽ കാണണം. നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും ഒക്കെ മുഖം നീ മനസ്സിൽ കാണണം. കർത്താവേ, ഞാനിപ്പോൾ ഈ കൈവച്ചിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശിരസിലാണ്. ഈ സമയത്ത് ഈ പോട്ടാശ്രമത്തിൽ നിന്നുള്ള ശുശ്രൂഷയുടെ അഭിഷേകം ഇവരിലേക്ക് അത്ഭുതകരമായിട്ട് പറന്നിറങ്ങണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇവരിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇവരിലെല്ലാം അത്ഭുതകരമായിട്ട് പറന്നിറങ്ങട്ടെ. ആദിമ ക്രൈസ്തവ ജനതയുടെ ആ വലിയ അഭിഷേക ശുശ്രൂഷ നീയും സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ശക്തമായിട്ട് ഉള്ളിൽ ചില പ്രചോദനം കിട്ടുന്നുണ്ടല്ലോ. ആ വ്യക്തികളുടെ മുഖങ്ങൾ മനസ്സിൽ കണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, ബന്ധുജനങ്ങൾക്കിടയിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ, ചില അപ്രതീക്ഷിത രോഗപീഠകളാൽ ചിലർ വലയുന്നുണ്ടെങ്കിൽ, നിരാശയും ദുഃഖവും മൂലം ചിലർ വലയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടവകയിലാവാം, ബന്ധുജനങ്ങൾക്കിടയിലാവാം, കൂട്ടുകാരിലാവാം, ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാവും. എന്നാൽ ചിലരുടെ സങ്കടവും രോഗവും വിഷമവും കേട്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്ത ഭാരമുണ്ടാകും. ഇപ്പോൾ കരങ്ങൾ ഇങ്ങനെ കമഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണണം, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ, ഈ സമയത്ത് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഓ കർത്താവേ, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ വ്യക്തിയിലേക്ക് വെളിപ്പെടട്ടെ. ഓ കർത്താവേ, അഗ്നി ഇപ്പോൾ ഈ വ്യക്തിയിൽ ഇറങ്ങട്ടെ, ഈ വ്യക്തിയിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾ മനസ്സിൽ കാണണം, അനേകരെ മനസ്സിൽ കാണണം. നിങ്ങളുടെ ജീവിതത്തിൽ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ഒരുക്കിയൊരു സമയമാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ. നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അവരെ മനസ്സിൽ കാണണം. എൻ്റെ കർത്താവേ, അവരെല്ലാവരെയും മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടതാണല്ലോ, ഇന്ന ആൾക്ക് വേണ്ടി, ഇന്ന കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ടതാണല്ലോ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവിൻ്റെ ഇടപെടൽ ഇപ്പോൾ ഈ ഭൂമിയിൽ നീ എവിടെയാണോ അവിടേക്ക് ഇതാ വെളിപ്പെടുന്ന സമയം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളും ജീവിത പങ്കാളിയും ദൂരങ്ങളിലായിരിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ സ്ത്രീഹന്മാരിൽ നിറഞ്ഞ അതേ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്ന സമയം. അത്ഭുതകരമായൊരു കൃപ ദൈവജനത്തിൽ വെളിപ്പെടട്ടെ. എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നിനക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് അതുപോലെ ആ വ്യക്തിക്ക് വേണ്ടി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. നന്നായിട്ട് സ്തുതിക്കട്ടെ. പോരാ. ഓ
ദൈവത്തിന്റെ ശക്തി ഈ വ്യക്തിയിൽ നിറയട്ടെ. ഒരു പുതിയ അഭിഷേകം, സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ അഭിഷേകത്തിന്റെ ശക്തി ഈ വ്യക്തിയിൽ നിറയപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ വ്യക്തിയിൽ നിറയട്ടെ. കെട്ടുകൾ അഴിയപ്പെടട്ടെ, രോഗപീഠകൾ അഴിയപ്പെടട്ടെ, പൈശാചിക പീഡകൾ അഴിയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് ഈ വ്യക്തിയുടെ മേൽ നിറയപ്പെടാൻ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന, 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 ആരാധന. ഈ വ്യക്തിയിൽ ദൈവിക ശക്തി നിറയാൻ, പന്തക്കുസ്ത അനുഭവം നിറയാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി. നാവ് തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ശക്തി, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ആത്മാവ് ഈ ദൈവജനത്തിലേക്ക് ഇന്നിവിടെ ഈ സമയം ഈ ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ സമയം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ 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 സംഭവിക്കട്ടെ. പരിശുദ്ധ ഈ സമയം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ദൈവശക്തി വെളിപ്പെടട്ടെ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ചേർന്ന് പാടാം. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വലിയ ഒരു അഭിഷേക ശുശ്രൂഷയിലാണ് നമ്മൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എന്താ ഗുണമെന്നറിയാവോ? പരിശുദ്ധാത്മാവിനോട് സ്നേഹമുണ്ടെങ്കിൽ എന്താ ഗുണമെന്നറിയോ? നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മുഴുവൻ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും തന്നെ പലവിധ നിയോഗങ്ങളോടുകൂടെ വന്നവരാണ്. അപ്പൊ മനസ്സും ശരീരവും ആത്മാവും ഈ അൾത്താരയോട് ചേർത്ത് വെച്ചോണം. നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. ലൈവ് ശുശ്രൂഷ ലോകത്തിന്റെ എവിടെയെങ്കിലും നിന്ന് നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം, ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് എന്നിൽ എന്തോ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ കർത്താവിനറിയാം. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോവാ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട, പരിശുദ്ധാത്മാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത്രമേൽ പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വേറെ ഒന്നും മനസ്സിൽ വെക്കണ്ട. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞേ. അങ്ങനെ എന്തിനാ പറയണമെന്നറിയോ? നമ്മുടെ ശരീരം പലപ്പോഴും ദുഷ്ടാത്മാവിനെ സ്നേഹിക്കാറുണ്ട്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ സ്പർശനങ്ങൾ, നമ്മുടെ ചിന്തകൾ പലപ്പോഴും പിശാച് കയറി നിയന്ത്രിക്കും. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് മടങ്ങി വരും. കണ്ണുകളടച്ച് രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് നമ്മൾ യേശുവേ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞ് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആഗ്രഹിച്ചു പറഞ്ഞ് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആഗ്രഹിക്കണം, പോരാ, ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കണം. നീ ഇപ്പോൾ ഏത് നിയോഗത്തോടുകൂടെ വന്നിട്ടുണ്ടോ ആ നിയോഗത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. ഉറപ്പിച്ചോ, നീ ഉറപ്പിച്ചോ. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, എനിക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം ഞാൻ കുരുക്കിലാണ്. സാരമില്ല, പരിശുദ്ധാത്മാവ് നിന്നെ ആ കുരുക്കിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നിന്നെ ആ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും. വിശ്വസിച്ചോണം. ഇത് അനേകരോട് കർത്താവ് പറയുന്ന വലിയ ഒരു സന്ദേശമാണ്, ഒരു ദൂതാണ്. നിന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഇപ്പോൾ പെട്ടിരിക്കുന്ന കുരുക്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ വിടുവിക്കും. യെസ്,
യേശുവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവ് ദേ നിന്നെ വിടുവിക്കും. നീ വിശ്വസിക്കണം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച്, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞ്, അതിൻ്റെ ഒരു വരിയുടെ പാട്ട് തന്നെ ഉണ്ടല്ലോ, നമുക്ക് സാവകാശം ഹൃദയത്തിൽ ഈ വരികളൊന്ന് പാടാം. ഓ പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹിച്ച് ശാന്തതയോടുകൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതൊന്ന് പാടിക്കേ. പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ നിന്നെ ആരാധിക്കുന്നു. കണ്ണുകളടച്ച് 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ആമേൻ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് പാടിക്കേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ആമേൻ. ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ആമേൻ. ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ചേർന്ന് പാടിക്ക് ഒരിക്കൽ കൂടെ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ മാനിക്കുന്നു പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ അനുസരിക്കും, ഞാൻ നിന്നെ അനുഗമിക്കും, ഞാൻ എന്നും ആരാധിക്കും പരിശുദ്ധാത്മാവേ. കണ്ണുകളടച്ച് 2 കരങ്ങൾ നെഞ്ചോട് ചേർത്തത് വിശ്വസിക്കണം. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവിനെ ഞാൻ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഞാൻ ബഹുമാനിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഞാൻ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ അനുസരിക്കും. വിശ്വസിക്കുക. പരിശുദ്ധാത്മാവേ അതെന്നിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു നിയോഗം അതൊന്ന് മനസ്സിൽ ഓർത്ത് സമർപ്പിക്കണം. പരിശുദ്ധാത്മാവേ ഇന്ന കാര്യം പരിശുദ്ധാത്മാവിൻ്റെ കൈകളിൽ നൽകുന്നു. വിശ്വസിച്ചോണം. വേറെ ഒന്നും ചിന്തിക്കണ്ട, നീ വേറെ ഒന്നും ഭാരപ്പെടണ്ട. എന്താണോ നിന്റെ തലയ്ക്കകത്തുള്ളത്, ആ ഭാരം, ആ ചിന്ത, ആ നിയോഗം, ആ വിചാരം പരിശുദ്ധാത്മാവിന് കൊടുക്ക്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ സമർപ്പിക്കുന്നു. ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഭയപ്പെട്ടിരുന്ന അമ്മ, അസ്വസ്ഥയായിരുന്ന അമ്മ, ചോദ്യം ചോദിച്ചിരുന്ന അമ്മ, എന്താണിനി ചെയ്യേണ്ടതെന്നറിയാതെ വിഷമിച്ചിരുന്ന അമ്മ, അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. മക്കളെ, പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചാൽ ജീവിതം മാറും. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, ഓ ദൈവത്തിൻ്റെ ആത്മാവേ, ഈ ശബ്ദവലയത്തിനുള്ളിലുള്ള ഓരോ വ്യക്തിയിലും ആത്മാവെ നിറയണമേ, അഭിഷേകം നൽകണമേ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എൻ ദേശമുണർന്ന ഒരു ഭവനത്തിൽ അതിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയ